ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെയും അതുപോലെ തന്നെ നമ്മുടെ മനുശങ്കറിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എപ്പിസോഡ്സും അല്ലേ. അപ്പം നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ നമ്മളെ കൃഷ്ണമോള് സ്കൂള് വിട്ട് ഓടി വരികയാണ്. കാരണം ഇന്ന് അമ്മ എത്തും എന്നുള്ള കാര്യം കൃഷ്ണമോൾക്കറിയാം. അങ്ങനെ കൃഷ്ണമോൾ ഓടി വന്നു. അപ്പോൾ വൈജയന്തി എത്തി എന്നുള്ള കാര്യം അറിഞ്ഞു. യൂണിഫോം പോലും മാറ്റാതെ കുറേ നാളുകൾക്ക് ശേഷമാണ് തൻ്റെ അമ്മയെ ഒന്ന് കാണുന്നത്. അപകടം പറ്റി എങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പോയി എങ്കിലും എത്രയായാലും തൻ്റെ അമ്മയില്ലേ, ആ ഒരു സ്നേഹം കൃഷ്ണമോൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓടി ചെല്ലുകയാണ്. അപ്പോൾ കൃഷ്ണമോളെ കണ്ട പാടെ എന്നെ വൈജയന്തി ചോദിക്കണു, നീ എത്തിയോ, ഇതെന്താ ഇത്ര നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ എക്സാം നടക്കുക അമ്മ, അപ്പോൾ ഉച്ച വരെ ഉള്ളൂ ക്ലാസ് എന്ന് പറയണ. ആയിക്കോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കണം. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, കുറവായോ? അതെ, കുഴപ്പമില്ല, ഒരു ഇച്ചിരിയൊക്കെ താനെ നടക്കാനുള്ള ഇതൊക്കെ ആയി വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. നീയൊക്കെ എൻ്റെ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എന്താണ്, എൻ്റെ അവസ്ഥ എന്താണ്, അമ്മയ്ക്ക് എന്തായി എന്നൊന്നും നീയൊന്നും തിരക്കാറുകൂടി ഇല്ലല്ലോ. അത് അമ്മയെ തിരക്കാത്തത് മറ്റുകൊണ്ടാണോ? എന്നെ ആരെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുവരണം. ഇടയ്ക്ക് ഞാൻ അച്ഛനൊക്കെ വരുമ്പോഴാണ് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ രോഹിത് ഏട്ടൻ്റെ പ്രശ്നം കൂടെ ഉണ്ടായപ്പോൾ പിന്നെ വെളിയിറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനായി. അതൊക്കെ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ എന്ന് കൃഷ്ണമോൾ പറഞ്ഞു. ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ, അതിന് ഒരു കാരണം ആയല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് വൈജയന്തി കൃഷ്ണമോളുടെ അടുത്ത് പറഞ്ഞു, ഞാനിവിടെ താമസിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ പോവാണ്. ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഇട്ടിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് മാറാണ്. നീ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. വീടോ? അമ്മയുടെ വീട് ഇതല്ലേ? ഇതെൻ്റെ വീടോ? എൻ്റെ വീടൊന്നുമല്ല, ഇത് നിൻ്റെ അലീന ചേച്ചിയുടെ വീടല്ലേ, അവളല്ലേ ഇവിടുത്തെ കുടുംബിനി. ഇപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറയണത്? അമ്മയ്ക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ അമ്മ നന്നായി വരുമെന്നാണ് വിചാരിച്ചത്. ഇപ്പം അതേ അതിൽ നിന്ന് തലതിരിഞ്ഞാണല്ലോ അമ്മ വന്നിരിക്കണം. ഞാൻ തലതിരിഞ്ഞാടി ഇരിക്കണം, നീയും നിൻ്റെ അച്ഛനും അവരൊക്കെ നല്ലവർ, ഞാൻ തലതിരിഞ്ഞവളും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വൈജയന്തി നമ്മുടെ കൃഷ്ണമോളുടെ അടുത്ത് പാവം മെക്കിട്ട് കയറുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഒന്നിനും ഇല്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ അമ്മ ചെയ്തോളാം. പക്ഷേ ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കോളുക, ഈ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മ അച്ഛൻ്റെ മുന്നിൽ വെറും ബിഗ് സീറോ ആണ്. കാരണം എന്ന് വെച്ചാൽ അമ്മ അച്ഛൻ്റെ മുന്നിൽ ജയിക്കില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്ന് തന്നെ കൃഷ്ണമോൾ പറഞ്ഞു. അത് അമ്മയ്ക്ക് താമസിയാതെ മനസ്സിലാവുകയും ചെയ്യുമെന്നുള്ളതും കൃഷ്ണമോൾ പറയണേ. ആയിക്കോട്ടെടി, ഞാൻ എന്തായാലും അയാളുടെ മുന്നിലും നിൻ്റെ അലീനയുടെ മുന്നിലൊന്നും എൻ്റെ ഇത് അടിയറ വയ്ക്കാനായിട്ട് ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി കൃഷ്ണമോളുടെ അടുത്ത് പറയണേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തു എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ആ വീട്ടിലേക്കൊന്നുമില്ല, എനിക്ക് ഇവിടെ നിന്നാൽ മതി, അച്ഛൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയുന്നു. അമ്മയും ഇവിടെ നിൽക്കുക, ഇത് അമ്മയുടെയും കൂടെ വീടല്ലേ, അമ്മ എന്തിനാണ് ഈ വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്നത്, ആരെ തോപ്പിക്കാനാ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറഞ്ഞു. അതെ, നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട, നീ നിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കൊച്ചുവായിൽ വലിയ വർത്താനമൊന്നും നീ പറയണ്ടെന്നും പറഞ്ഞ് കൃഷ്ണമോളെ അങ്ങോട്ട് ചുരുട്ടി മടക്കുകയാണ് നമ്മുടെ വൈജയന്തി. ഇതേ സമയം വൈജയന്തി ചോദിക്കുന്നുണ്ട്, രോഹിത് എവിടെയാണെന്ന് ചോദിച്ചു. രോഹിതയുടെ മുകളിലത്തെ റൂമിലാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൈയൊന്ന് പിടിക്കുക, ഞാൻ പതിയെ ഒന്ന് സ്റ്റെപ്പ് കയറി വരാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന് നമ്മുടെ വൈജയന്തി പറയുകയാണ്. അപ്പം കൃഷ്ണമോൾ പറഞ്ഞു, അമ്മയ്ക്ക് കയറാൻ പറ്റുമെങ്കിൽ വാ, ഞാൻ കൈ ഒന്ന് പിടിച്ച് താങ്ങി പതുക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈജയന്തിയും കൃഷ്ണയും കൂടെ പതുക്കെ സ്റ്റെപ്പിലോട്ട് കയറുമ്പോൾ കാണാൻ നമ്മുടെ ബാലചന്ദ്രൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വൈജയന്തി ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ബാലചന്ദ്രൻ നേരെ താഴെ ഇറങ്ങിയിട്ട്, അലീനേ മോളെ, ഞാനൊന്ന് പുറത്തോട്ട് പോവാം എന്ന് പറഞ്ഞു. ശരി അച്ഛാന്ന് നമ്മുടെ അലീനയും പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോൾ ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു. അച്ഛൻ്റെ ഒന്ന് കടവരെ പോകണം മോളെ, അച്ഛൻ ഇപ്പോൾ തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തിയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി. എന്നിട്ട് വൈജയന്തി, കണ്ടില്ലേ, അവളല്ലേ ഇവിടുത്തെ കുടുംബിനി, അവളടുത്ത് പറഞ്ഞിട്ട് പോണ കണ്ടില്ലേ, എനിക്ക് പിന്നെ എന്താടി ഈ വീട്ടിൽ വില, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കാനായിട്ടൊക്കെ നീയൊക്കെ പറയണത്, ഞാൻ ആരാ ഈ വീട്ടിലെ എന്നൊക്കെ ചോദിച്ച് വൈജയന്തിക്ക് ശരിക്കും അതൊന്ന് ഹേർട്ട് ചെയ്തു കേട്ടോ. കാരണം ബാലചന്ദ്രൻ അതൊന്ന് കൊള്ളാൻ പാകത്തിന് തന്നെ കൊടുത്തതാണ്, കാരണം വേറൊന്നുമല്ല, ബാലചന്ദ്രനോട് ചെയ്ത തെറ്റിന് ഇടയ്ക്ക് ഇങ്ങനത്തെങ്കിലും ഒരു ചെറിയ പൊടിമരുന്ന് കൊടുക്കണ്ടേ, അതിലത്ര വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരു മന്ദബുദ്ധിയെ പോലെ ആയിപ്പോയി നമ്മുടെ വൈജയന്തി. കാരണം ഈ സത്യാവസ്ഥയൊന്നും വൈജയന്തി അറിയുന്നില്ലല്ലോ.
അങ്ങനെ അവസാനം വൈജയന്തി അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടിരുന്നപ്പം കൃഷ്ണമോള് പറഞ്ഞു, അമ്മ രോഹിത്തേട്ടനെ കാണാൻ വരുന്നുണ്ട്, എനിക്ക് ഇങ്ങോട്ട് കയറി വാന്ന് പറഞ്ഞിട്ട് ബലം പ്രയോഗിച്ച് വൈജയന്തിനെ വലിച്ച് മേളിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴും വൈജയന്തി ഏതുകൊണ്ടൊക്കെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ രോഹിത്തിൻ്റെ റൂം എത്തുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ശിവശങ്കരനും ഗംഗാധരനും ഒക്കെ കൈതക്കൽ വീട്ടിലെത്തുകയാണ്. നമ്മളെ വൈജയുടെ അടുത്ത് നിന്ന് കൈതക്കൽ വീട്ടിലെത്തുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കമല ഓടി വരികയാണ്. എന്തായി, വൈജയന്തിനെ കൊണ്ടാക്കിയോ, അവളവിടെ നിന്നോ, ബാലചന്ദ്രൻ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ, പിന്നെ വൈജയും അലീനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ കമല ചോദിക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, അവിടെ എന്ത് പൊട്ടിത്തെറിയാ ഉണ്ടായതെന്നറിഞ്ഞൊരു സന്തോഷം, ഒരു മനസ്സിനൊരു കുളിർമ, അത് മാത്രമാണ് കമല ഉദ്ദേശിച്ചത്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നീ എന്തായാലും മനസ്സിൽ കരുതിയ കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ല. ഞങ്ങൾ അവളെ അവിടെ പിന്നെ പിടിച്ച് കെട്ടി കണക്ക് കൊണ്ടാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ കമല പറഞ്ഞു, എന്നാൽ പിന്നെ വേറൊന്നുമില്ല, പത്തി താന്നിരിക്കുക വൈജയന്തിയുടെ സ്വഭാവം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാത്തുണ്ട്. ഇന്ന് രാത്രിക്കുള്ളിൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, എന്തായാലും അവളുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ കമല, അപ്പോൾ എന്തായാലും നോക്കാം. ഇനി എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിൽ അവളായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബലം അവൾ തന്നെ അനുഭവിക്കും. ഇനി ഞങ്ങൾ അവൾക്ക് വേണ്ടി സംസാരിക്കാനോ ആരുടെ മുന്നിൽ പോയി തല കുമ്പിടാനോ ഒന്നും പോണില്ല. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് ഇനി ഇതിൽ കൂടുതൽ നാണം കെടാനില്ല, അമ്മാതിരി നാണം കെട്ടു. എന്നിട്ടും ഉള്ള ജോലിയും കളഞ്ഞിട്ട് ഇവിടെ കുടുംബമല്ലേ, മക്കളല്ലേ, ഭാര്യ എന്നുള്ള രീതിയിൽ വന്ന് നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾക്ക് പുറകെയാണ് വൈജയന്തിയുടെ പ്രശ്നങ്ങൾ. ഒരു വിധത്തിലും സമാധാനം എന്തെന്ന് തരില്ല, അങ്ങനെയുള്ളൊരു കുടുംബമായി പോയല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയും, നീ സങ്കടപ്പെടില്ലടാ, ഒക്കെ ശരിയാകും, ഞങ്ങളൊക്കെ ഇല്ലേ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗംഗാധരൻ ശിവശങ്കരനെ ഒന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശിവശങ്കരന് ഭയങ്കര വിഷമമാണ്. കാരണം ഉള്ള ജോലിയും കളഞ്ഞ് മോൻ്റെ അവസ്ഥയും കാര്യങ്ങളും ഇങ്ങനെയാണ്. കാരണം ഈ സമയത്ത് മോൻ്റെ കാര്യങ്ങൾ വക്കീലിനെ കാണാനും ഓടാനും ഒക്കെ ആരാ ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മുടെ ശിവശങ്കരൻ നാട്ടിൽ നിന്നതാണ്. പക്ഷേ ഒന്നിനും ഒരു ബലം ഉണ്ടായില്ല എന്നുള്ളത് മാത്രം സത്യം. അങ്ങനെ ശിവശങ്കരൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വൈജയന്തിയും നമ്മുടെ കൃഷ്ണമോളും കൂടെ നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലെത്തി കേട്ടോ. ഈ രോഹിത്തിൻ്റെ റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ രോഹിത്ത് ചരിഞ്ഞിങ്ങനെ കിടക്കണം. കാരണം പനിയും ശരീരക്ഷീണവും ഫുഡൊക്കെ കഴിക്കാത്തതില്ല, അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ രോഹിത്തിനുണ്ട്. കാരണം എഴുന്നേറ്റൊന്ന് നിൽക്കാൻ പോലും രോഹിത്തിന് പറ്റുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ വൈജ ചെന്നിട്ട് രോഹിത്തേന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ രോഹിത്ത് പതുക്കെ ചരിഞ്ഞൊന്ന് നോക്കണം. അപ്പോൾ നോക്കിയപ്പോൾ അമ്മയാണ്. അപ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടിയില്ല, എന്നാലും ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് എന്നെ കിടന്നു കേട്ടോ. അപ്പോഴേക്കും വൈജ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ വരുത്തി വെച്ച ഒരു വിന മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കാൻ വയ്യ. ഹോസ്പിറ്റലിൽ കിടന്ന സമയം മനസ്സിലോർത്തു, ഭർത്താവും വേണ്ട, മക്കളും വേണ്ട, ആരും വേണ്ട, കല്യാണമേ കഴിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത പോലും ആയിപ്പോയി. ആ രീതിയിലാണ് ഓരോരുത്തർ വന്ന് തേജോവധം ചെയ്യും പോലെ മനുഷ്യനെ ഉരിച്ചെടുത്തത് നീ കാണിച്ച ഓരോ കൊള്ളരുതായ്മകൾ. നിന്നോട് അന്ന് തൊട്ട് പറയണതാണ്, ആ വൃത്തികെട്ടവൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ട് നീ ഉപേക്ഷിക്കണം, നിന്നെ അവൻ ജയിലിൽ കയറ്റും എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും നിന്നോട് വ്യക്തമാക്കി തന്നേണ്. എന്നിട്ട് നീ അതൊന്നും കേൾക്കാണ്ട് ഈ ഒരു നാശം വരുത്തി വെച്ചല്ലോടാ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ രോഹിതിനെ കുറേ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഇനി എങ്ങനെ ജോലിക്ക് പോകും, ബാങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ ഞാൻ നോക്കും എന്നൊക്കെയുള്ളത് പറഞ്ഞാണ് വൈജയന്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ സമയം കൃഷ്ണമോള് പറഞ്ഞു, മതി അമ്മേ, രോഹിതേട്ടന് ഒന്നാമത് സുഖമില്ല, അമ്മ ഇനി ഒന്നും പറയണ്ടെന്നോ, കാണിച്ചു വെച്ചിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, നീ എന്ത് ഭാവിച്ചാടാ രോഹിത്തെ ഇതൊക്കെ ചെയ്യണത്? താഴെ 2 പെൺകുട്ടികളുണ്ടെന്നുള്ള കാര്യം പോലും നീ ഓർത്തില്ലല്ലോ. നമ്മുടെ സ്റ്റാറ്റസ്, നില, വില എല്ലാം കളഞ്ഞ് മുടിച്ചില്ലേടാ നീ ഇത് കൊണ്ട്. ഇപ്പോൾ ജാമ്യം കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ? അറിയേണ്ടവരും ഫ്രണ്ട്സും കൂട്ടുകാരും നാട്ടുകാരും റിലേറ്റീവ്സും ബന്ധുക്കളും ഒക്കെ അറിയാനുള്ളവരൊക്കെ അറിയുകയും ചെയ്തു. അവരുടെയൊക്കെ മുന്നിൽ നാണം കെടുകയും ചെയ്തു. ഹോസ്പിറ്റലിനകത്ത് പോലും കിടന്നിട്ട് കൂടി നേഴ്സുമാരുടെ കളിയാക്കലിനും പരിഹാസത്തിനും ഒരു കുറവില്ലായിരുന്നു. അറിയോ, ഞാൻ ഉരിഞ്ഞിട്ടുണ്ട്, അമ്മാതിരിയായിരുന്നു അവസ്ഥ നീ ജയിലിൽ കിടന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വൈജയന്തി വീണ്ടും രോഹിത്തിനെ വഴക്ക് പറയണം കേട്ടോ. നമ്മുടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാണ്. അമ്മ മതിയാക്കമ്മേ, മതി എന്ന് പറഞ്ഞ് കൃഷ്ണമോള് വൈജയന്തിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാലും രോഹിത്തിന് പറയാനുള്ളത് ഒറ്റ ശ്വാസത്തിലാണെങ്കിലും വൈജയന്തി കുറേ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. ഇതേ സമയം രോഹിത് ഇതെല്ലാം
കേട്ടുകൊണ്ട് കിടന്നല്ലാണ്ട് ഒരക്ഷരം അമ്മേന്ന് പോലും ഒന്ന് ആ നാക്കുകൊണ്ടൊന്ന് വിളിക്കുക കൂടി ചെയ്തില്ല കേട്ടോ. കാരണം ഒന്നും പറയാനില്ല. അമ്മയുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് അതെല്ലാം സ്വമേധയാ മനസ്സിൽ ഉരുകി തന്നെ രോഹിത് കിടക്കുകയായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ അലീനയെ വിളിക്കുകയാണ്. അപ്പോൾ അലീന ഫോണൊക്കെ എടുത്തു. അപ്പോൾ അലീന ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം, എവിടെ അവിടുത്തെ ആ ഒരു പീഡനവീരൻ, അങ്ങനെ എന്തോ ഒരു വേർഡാട്ടോ യൂസ് ചെയ്യണേ, അല്ല ബലാത്സംഗ വീരൻ എന്നാ ചോദിക്കണേ, ബലാത്സംഗ വീരൻ എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, നീ ഇത് അവിടെ ഇതിന് മുന്നേ ഒന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ, അവിടെ ചെന്ന് നീ നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളല്ലേ അലീന ചേച്ചി നമ്മളെ ഓരോ രീതിയിൽ സംസാരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, അതേടി അങ്ങനെയൊന്നും പറയല്ലേ, എത്രയായാലും എൻ്റെ അനുജനല്ലേ അവന്, എന്നിട്ടാണോ എൻ്റെ ചേച്ചിയോട് അവൻ അങ്ങനെയൊക്കെ കാണിച്ചത്. ഞാനത് പൊറുക്കൊന്നുമില്ല, ചേച്ചിക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അലീന നമ്മുടെ രേവതിക്കുട്ടിയോട് പറഞ്ഞു, അമ്മ അവന് സുഖമില്ലടി മോളെ, പനിയായിട്ട് വൈറൽ പനിയൊക്കെയാണ്, ഒരു സാധനം കഴിക്കത്തുമില്ല, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് അവൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒരു 10 ദിവസം പനിച്ചങ്ങോട്ട് കിടക്കട്ടെ, ജയിലിലൊക്കെ കിടന്നില്ല, അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം 10 ദിവസം പനിയിലൂടെയെങ്കിലും അങ്ങോട്ട് മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ഇങ്ങനെ അലീനയോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് കുറച്ചൊക്കെ വിഷമമായി. രേവതിക്കുട്ടിയുടെ സംസാര രീതി അങ്ങനത്തെ ഒരു ഇതായിരുന്നു. രേവതിക്കുട്ടി വേറൊന്നുമല്ല, ആ ഒരു ടോണിലാണ് നമ്മുടെ രോഹിത്തിനെ കാണുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവർ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് ഫോണെല്ലാം വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അലീന പെട്ടെന്ന് തന്നെ നമ്മുടെ രോഹിത്തിന് കുടിക്കാനുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് രോഹിത്തിൻ്റെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ അലീന റൂമിലെത്തിക്കഴിഞ്ഞ് രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ കുറച്ച് കഞ്ഞി ചൂടനെ കുടിക്കുക, നിനക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നൊക്കെ കുടിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. അപ്പോൾ അലീനയുടെ മുഖത്തൊരു തരം ദേഷ്യഭാവത്തിലാണ് രോഹിത്ത് നോക്കുന്നത് കേട്ടോ. എല്ലാവരോടും ദേഷ്യം തന്നെയാണ്, സ്വന്തം അമ്മ വന്നിട്ട് കൂടിയും കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല രോഹിത്ത്. അങ്ങനെ അലീന പതുക്കെ പൊക്കി ഇങ്ങനെ രോഹിത്തിനെ ഇരുത്തി, ഞാൻ സ്പൂണിൽ കോരിത്തരാം മോൻ കുടിക്കുമെന്ന് പറഞ്ഞ് അലീന കോരി കൊടുത്തതും രോഹിത്ത് ആ സ്പൂണ് കഞ്ഞിയും ആ സ്പൂണും കൂടെ അങ്ങ് ഒരൊറ്റ തട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ചാടി അങ്ങോട്ട് എഴുന്നേക്കാൻ നോക്കണം. എഴുന്നേറ്റാൽ നിൽക്കുമോ, ശരീരം വീണ് പോവാണ്, കാരണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എണീക്കണ പടെ വന്നങ്ങ് വീണത് അലീന എന്നെ അങ്ങ് പിടിക്കുകയാണ് കൈകൊണ്ട്. കാരണം എന്ന് വെച്ചാൽ ശരീരം മറിഞ്ഞു പോകണം, ആഹാരമൊന്നും കഴിക്കാണ്ട് ശരീരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും രോഹിത്തിന് പറ്റാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ രോഹിത്തിനെ പതുക്കെ അലീന പിടിച്ച് പതുക്കെ കട്ടിലോട്ട് ഇരുത്തുന്ന സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ബബിത ഓടി വരണം കേട്ടോ. ബബിതയ്ക്കും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് തട്ടി കളഞ്ഞ് കണ്ടപ്പോൾ ബബിതയ്ക്ക് ഒരു വിഷമമാണ്. അത് മാത്രമല്ല കുറച്ച് ദിവസമായിട്ട് അലീനയോട് ഒരു ചെറിയൊരു അനുകമ്പയും കാര്യങ്ങളൊക്കെ ബബിതയ്ക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ബബിതയും കൂടെ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് രോഹിത്തിനെ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ ആ കട്ടിലോട്ടൊന്ന് ഇരുത്തുകയാണ് അവർ. അങ്ങനെ ഇരുത്തി കഴിഞ്ഞിട്ട് ചാരി ഇരുത്തി അങ്ങനെ ഇരുത്തുകയാണ്. അപ്പോൾ ഇരുത്തി കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഇക്കണക്കിന് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടേണ്ടി തന്നെ വരും രോഹിത്തെ, നീ ഒരു സാധനം കഴിക്കുന്നില്ല, ആഹാരം കഴിക്കാണ്ട് എങ്ങനെയാണ് നിനക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഗുളിക തരുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീന ഒച്ചയെടുക്കണം. രോഹിത്തൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിലെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് അതിനോടൊപ്പം തന്നെ ഒരു ലൈക്കും ഹൈപ്പും തരിക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് തരണം കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് തന്നെ കേൾക്കാനും ശ്രമിക്കുക. അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.